അപ്പൊ നമ്മൾ ആദ്യം പറയുന്ന എ ഡി സി വെച്ചാൽ റാംപ് എ ഡി സി. ഇതിന് വേറെയും പേരുണ്ട്, കൗണ്ടർ എ ഡി സി. വേറെയും പറയുകയാണെങ്കിൽ റാംപ് കൗണ്ടർ എ ഡി സി എന്നും പറയാറുണ്ട്. ഓക്കെ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതിൽ ഡാക്കിന്റെ ഔട്ട്പുട്ട് നമ്മൾ ഒരു കമ്പറേറ്ററിലേക്ക് കൊടുക്കും. ഈ കമ്പറേറ്ററിന്റെ നെഗറ്റീവ് സൈഡ് നമ്മൾ വി ഇന്നുമായിട്ട് കണക്ട് ചെയ്യും. സോറി, പോസിറ്റീവ് സൈഡ്. ഇത് നെഗറ്റീവ് സൈഡ്. ഇത് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു? ഒരു ആൻഡ് ഗേറ്റിലോട്ട് കൊടുക്കും. എന്നിട്ട് ഇവിടെ ക്ലോക്കും കൊടുക്കും. ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ഒരു റീസെറ്റ് പിന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരെ ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു വന്നത് റാംപ് എ ഡി സിയെ കുറിച്ചാണ്. റാംപ് എ ഡി സിയുടെ സർക്യൂട്ട് ഡയഗ്രാം പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. ഇത് കമ്പാരേറ്റർ ആണ് കാണുന്നത്. കൗണ്ടർ ഉണ്ട്, അതിനുശേഷം ഡാക്ക് ഉണ്ട്, അതിനുശേഷം നമുക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞു വന്ന കമ്പാരേറ്റർ ഉണ്ട്, അത് ആൻറ്റി ഗേറ്റിലോട്ട് കൊടുത്തു. ഇത്രയും പറഞ്ഞ് ക്ലിയർ ആണ്. ഓക്കെ അല്ലേ നയന, സാലി, സംഗീത, സുജിത, അനുശ്രീ? നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഇവിടെ നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞു വന്ന കൗണ്ടർ നമ്മൾ റീസെറ്റ് ആദ്യം ചെയ്തു. അതിനുശേഷം 0-ൽ നിന്ന് ആദ്യം നമ്മൾ പറയുന്നു 1-ലോട്ട് കൗണ്ട് എടുത്തു, അല്ലെങ്കിൽ 0 എന്ന് പറഞ്ഞ കൗണ്ട് തന്നെ ആദ്യം വന്നിരിക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന വാല്യൂ ഇവിടെ വരാൻ പോകുന്നത് നമ്മുടെ കൗണ്ടറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ചോദിച്ചാൽ 0 0 0 0 0 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും. അതിനനുസരിച്ച് ഡാക്ക് ഔട്ട്പുട്ട് എത്ര വരും എന്ന് ചോദിച്ചാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 വോൾട്ട് കിട്ടി. ക്ലിയർ ആണെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു. ആ 0 വോൾട്ട് വിഇന്നുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വിഇന് പോസിറ്റീവ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. കാരണം 0യേക്കാൾ കൂടുതലാണ് ഇവിടെ വിഇന് നമുക്ക് വരാൻ പോകുന്ന വാല്യൂ. അപ്പോൾ വിഇന് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 6.7 ഉദാഹരണമാണ്. നമ്മളിവിടെ സ്റ്റെപ്പ് സൈസ് എടുക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു സ്റ്റെപ്പ് സൈസ് എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്, ശരിയല്ലേ? ഇപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതൊരു 1 വോൾട്ട് തന്നെയാണ്. ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്കറിയാം 0 0 0 വന്നു, അപ്പോൾ ഔട്ട്പുട്ട് 0 വോൾട്ട് തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ വിഇന് നമുക്ക് 6.7 കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? 1 കിട്ടി. അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. കാരണം ക്ലോക്ക് ഓൾവേസ് അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മൾ, നമുക്കറിയാം ഇങ്ങനെ ക്ലോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലോക്ക് കൂടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് ആൻറ്റി ഗേറ്റിൽ ഔട്ട്പുട്ട് 1 കിട്ടി. അപ്പോൾ കൗണ്ടർ വീണ്ടും എന്തായി? ഇത് 0 മാറി 1 ആയി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബാക്കി എല്ലാ ലെഗിലും 0 ആണ്. ലാസ്റ്റ് ലെഗിൽ അല്ലെങ്കിൽ LSB എന്തായി? ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആയി. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റെപ്പ് സൈസ് 1 വോൾട്ടോട് ആയതുകൊണ്ട് ഇവിടുത്തെ വോൾട്ട് എത്രയായി? 1 വോൾട്ട്. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ആ 1 വോൾട്ട് 6.7 വോൾട്ടുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പറയാം വിഇനാണ് ഹൈ. അതുകൊണ്ട് വീണ്ടും 1 കിട്ടി. ഔട്ട്പുട്ട് എന്തായി? വീണ്ടും ഒന്നുകൂടെ കൂടി. ഇവിടെ 0 ആയി, ഇവിടെ 1 ആയി, 10 എന്നായി. അപ്പോൾ സ്റ്റെപ്പ് സൈസ് വീണ്ടും നമുക്ക് 1 വോൾട്ട് ആയതുകൊണ്ട് ഔട്ട്പുട്ട് വോൾട്ട് എന്തായി? 2 വോൾട്ട് ആയി. ഒരു ഡൗട്ടും ഇല്ല. വീണ്ടും 2 വോൾട്ടിലും നമുക്ക് കമ്പാരേറ്ററിന്റെ ഔട്ട്പുട്ട് കമ്പയർ ചെയ്യുമ്പം 2 വോൾട്ടിനേക്കാൾ വളരെ വളരെ കൂടുതലാണ് 6.7 വോൾട്ട്. അതുകൊണ്ട് തന്നെ 1 കിട്ടി. വീണ്ടും ഒന്നുകൂടെ ആഡായി. അപ്പൊ 3 എന്ന് വിളിച്ചു. കൗണ്ടർ 3 എന്ന് വിളിച്ചു. കൗണ്ടർ 3 വിളിച്ച സമയത്ത് വീണ്ടും ഇത് മാറി എന്തായി? വീണ്ടും 1 ആയി. അപ്പൊ 3 ആയി. അതിന്റെ ഔട്ട്പുട്ട് കിട്ടി. ഇപ്പൊ സ്റ്റെപ്പ് സൈസ് 1 ആയതുകൊണ്ട് ഇത് 3 വോൾട്ട് ആയി. വീണ്ടും കമ്പയർ ചെയ്തപ്പോൾ ഓക്കെയാണ്, 1 ഔട്ട്പുട്ട് കിട്ടി. വീണ്ടും ഒന്നുകൂടെ ആഡ് ചെയ്തു. 4 വോൾട്ടായി, 5 വോൾട്ടായി, 6 വോൾട്ടായി. 6 വോൾട്ട് ആയപ്പോഴും നമുക്ക് എന്താ പറയാം? ഔട്ട്പുട്ട് 6.7 എന്ന് പറയുന്നത് അതിനേക്കാൾ കൂടുതലാണ്. കമ്പാരേറ്റർ 1 കിട്ടി. ഒന്നുകൂടെ ആഡ് ചെയ്തു. നമുക്ക് ആക്ച്വലി ഇപ്പൊ ഇവിടെ എത്ര വോൾട്ടായി? ഇവിടെ 7 വോൾട്ടായി. 7 വോൾട്ട് ആയ സമയത്ത് നമ്മുടെ ഡാക്കിന്റെ ഔട്ട്പുട്ട് കിട്ടി. ഈ പറയുന്ന ഇതിനെന്ത് കിട്ടി? ഇത് മാറി 0 വോൾട്ടായി. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ആ 0 വോൾട്ട് ആയാൽ ഇവിടെ പിന്നെ ക്ലോക്കുമായിട്ട് ഇത് ഉണ്ടാവില്ല, ആൻറ്റി ഗേറ്റിൽ ഔട്ട്പുട്ട് ഉണ്ടാവില്ല. നമ്മുടെ കൗണ്ടർ അവിടെ വരെ വർക്ക് ചെയ്യുള്ളൂ. ഡാക്കിന്റെ ഔട്ട്പുട്ടും കിട്ടി. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോൾട്ട് എത്ര കിട്ടി? 7 വോൾട്ട് കിട്ടി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് നമ്മുടെ ADC അല്ലെങ്കിൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിനകത്ത് ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ വാല്യൂ എന്തായിരിക്കും?
111 എന്നായിരിക്കും വാല്യൂ കിട്ടാൻ പോകുന്നത്. ഈ 7 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. അതായിരിക്കും നമ്മുടെ ഡിജിറ്റൽ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് നമ്മൾ എവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത്? ഇവിടെ നമ്മൾ ഇത് പറയുകയാണെങ്കിൽ നമുക്ക് വേണേൽ എങ്ങനെ പറയാം, ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന് പറയാം. ഇവിടെ നമുക്ക് വാല്യൂ ഇപ്പോൾ എന്ത് കിട്ടി? 000011 8 ബിറ്റാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 6.7 നമ്മൾ എന്താക്കി മാറ്റി? 7 എന്ന് പറഞ്ഞ ഡിജിറ്റൽ വാല്യൂ ആക്കി മാറ്റി. ഓക്കെയാണ്. അപ്പം ഇത് നമ്മൾ വേറെ ഒന്നുമില്ല, ഇവിടെ ചിന്തിക്കാൻ വേറെ ഒന്നുമില്ല. കൗണ്ടറിലേക്ക് നമ്മൾ ഓരോ വാല്യൂ കൊടുത്ത് നമ്മൾ ഓരോ വാല്യൂ ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം പറയാം, ഈ സ്റ്റെപ്പ് സൈസിന്റെ ഇടയ്ക്ക് വരും വാല്യൂ. ശ്രദ്ധിക്കണം, ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടം വരെ എല്ലാവർക്കും ഓക്കെയാണ് ആയതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഓക്കെയാണ്, സുനിതയ്ക്ക് ഓക്കെയാണ്, പിന്നെ സാലിക്ക് ഓക്കെയാണ് അല്ലേ? അപ്പം നമ്മൾ ഇനി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന 6.7 വോൾട്ടേജിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ 6ന്റെ 7ന്റെ ഇടയ്ക്കാണ് നമ്മുടെ 6.7 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. ആ സ്റ്റെപ്പ് സൈസ് കഴിഞ്ഞുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്തായിരിക്കും ചോദിച്ചാൽ, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും സിയില് ഈ പറഞ്ഞു വന്ന Vin ഡിവൈഡർ ബൈ സ്റ്റെപ്പ് സൈസ്. ഇതെന്താ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ സിമ്പിളാണ്, വലിയ ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. സീലെന്ന് ഉദ്ദേശിച്ച നമ്മുടെ ഭിത്തി, മുകളിലത്തെ ഭിത്തി, ഉത്തരവെന്ന് വേണേൽ പറയാം, ശരിയല്ലേ? അപ്പം നമുക്കറിയാം Vin ഡിവൈഡർ ബൈ സ്റ്റെപ്പ് സൈസ് എടുത്തപ്പം ഇവിടെ സ്റ്റെപ്പ് സൈസ് 1 ആണ്, 6.7 ഡിവൈഡർ ബൈ 1 എന്ന് വന്നു. അപ്പോൾ 6.7 തന്നെ കിട്ടും. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അതിൻ്റെ സ്റ്റെപ്പ് സൈസ് മുകളിലത്തെ വാല്യൂ വേണം എടുക്കാൻ. അതാണ് സീലെന്ന് ഉദ്ദേശിച്ചത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ സീലെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് മുകളിലത്തെ സ്റ്റെപ്പ് സൈസിന്റെ വാല്യൂ വേണം എടുക്കാനാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഈ പറഞ്ഞു വന്ന് ഈ റാമ്പ് കാണിക്കുമ്പോൾ എങ്ങനെ കാണിക്കുന്നറിയോ? ഇങ്ങനെയാണ് കയറി പോകുന്നത്. അവസാനം നമ്മുടെ 1 2 3 4 5 6 7 എത്തിയ സമയത്ത് നമ്മുടെ Vin ഇവിടെ ഉള്ളു. 6.7. പക്ഷെ നമ്മൾ ഏതേ എടുക്കുകയുള്ളൂ? നമ്മൾ ഈ സീലേ എടുക്കുകയുള്ളൂ. ഇതാണ് സീൽ, നമ്മുടെ 7 വോൾട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ട് 7 വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ട് 111. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ പറഞ്ഞു വന്നേ? നമ്മൾ പറഞ്ഞു വരുന്ന ഒന്നേ ഉള്ളൂ, നമ്മുടെ ആ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ ഒരു ഇക്വേഷൻ പറയുമ്പോൾ സീൽ ഇൻറ്റു Vin ഡിവൈഡർ ബൈ സ്റ്റെപ്പ് സൈസ്. ഈ സീൽ എന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റെപ്സിന്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ വാല്യൂ വരാൻ പോകുന്നത്. അപ്പൊ ആ വാല്യൂവിന്റെ മുകളിലുള്ള വാല്യൂ ആണ് എടുക്കാൻ മാത്രമേ ഉള്ളൂ ഉദ്ദേശം. നമ്മൾ പറഞ്ഞു വന്ന ഒറ്റ പോയിന്റേ ഉള്ളൂ. ഔട്ട്പുട്ട് എടുക്കുമ്പോൾ നമ്മൾ Vinന്റെയും ഈ പറഞ്ഞു വന്ന ഡിവൈഡർ ബൈ സ്റ്റെപ്പ് സൈസ് എടുക്കുമ്പോൾ ഒരു ഫ്രാക്ഷൻ വാല്യൂ ആണ് വരുന്നതെങ്കിൽ അതിന്റെ മുകളിലത്തെ വാല്യൂ എടുക്കുള്ളൂ. ഡിജിറ്റൽ ഔട്ട്പുട്ട് 7.67 ആണോ നോക്കും, പണിവാളിയോ നയന? നമ്മൾ പറഞ്ഞു വരുന്ന ഔട്ട്പുട്ട് ഡിജിറ്റൽ ഔട്ട്പുട്ട് 7 ആയി. 6.7 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടുകയല്ലോ നമ്മുടെ ഡിജിറ്റലിൽ. കിട്ടുമോ നയന? നമുക്ക് 0 1 2 3 4 5 6 7 എന്ന് പറഞ്ഞല്ലേ പോകുന്നത് ഡിജിറ്റൽ ഔട്ട്പുട്ട്. ഇവിടെ അപ്പൊ സ്റ്റെപ്പ് സൈസ് എടുത്തേക്കുന്ന 1 ആണ്. അപ്പൊ 6.7 Vin കൊടുത്താൽ അതിന്റെ ഡിജിറ്റൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമ്മൾ ഈ പറഞ്ഞു വന്ന Vin ഇപ്പൊ ഇവിടെ എത്രയാണ്? 6.7 ആണ്. ഡിവൈഡർ ബൈ 1 എന്ന് പറഞ്ഞാൽ 6.7 തന്നെ കിട്ടി. പക്ഷെ നമുക്ക് 6.7 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മുടെ ഡിജിറ്റലിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണിക്കാൻ പറ്റുമോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് സൈസ് വെച്ചിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ സീലേ എടുക്കുള്ളൂ. സീൽ എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? 6.7 മണ്ടയ്ക്കുള്ള വാല്യൂ ഏതാണോ അതാണ് സീൽ എന്ന് ഉദ്ദേശിച്ചത്. സീൽ എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ വീടിന്റെ ഒക്കെ ഉത്തരവില്ലേ, റൂമിന്റെ മുകളിലത്തെ ഭിത്തി, അതാ സീൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പറഞ്ഞ വാല്യൂ എടുക്കുള്ളൂ. ഓക്കെ, റൈറ്റ്, ഓക്കെ, എനിക്ക് ക്ലിയർ ആയി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നേ ഉള്ളൂ, Vin ഡിവൈഡർ ബൈ സ്റ്റെപ്പ് സൈസ് അതിന്റെ കിട്ടുന്ന വാല്യൂവിന്റെ സീൽ വാല്യൂ. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ അറിയാം 6 മണ്ടയ്ക്കുള്ള സീൽ വാല്യൂ എന്താ വരുന്നത്? 7 ആണ്. അതുകൊണ്ട് 7 എടുത്തു. എല്ലാം ഓക്കെയാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് കൂടെ ഉണ്ട്. നമ്മുടെ റാമ്പ് ADCയിൽ കൗണ്ടിങ് ടൈം എത്രയാണ്? അടുത്ത അതാണ് ക്വസ്റ്റ്യൻ. കൗണ്ടിങ് ടൈം
എത്ര ആയിരിക്കും പറഞ്ഞ് ആലോചിച്ച് നോക്കിയും. നമ്മുടെ ഒന്നെന്ന് പറഞ്ഞ് എഴുതി. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഇത് 3 ബിറ്റ് ആയിരുന്നു. ഇപ്പൊ ഈ കേസ് തന്നെ എടുക്കാം. 3 ബിറ്റ് ആയിരുന്നു. 3 ബിറ്റ് ആണെങ്കിൽ ഇത് എവിടം വരെ കൗണ്ട് ചെയ്യും? ഈ കൗണ്ടർ 3 ബിറ്റ് ആയിരുന്നു. n ബിറ്റ് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് n ബിറ്റ് എന്ന് പറയാം. അപ്പൊ 3 ബിറ്റ് ആണെങ്കിൽ നമുക്കിത് എവിടം വരെ കൗണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഈ കൗണ്ടർ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ ചോദിച്ചാൽ, നമ്മുടെ ടൈം എവിടം വരെ അളക്കും ചോദിച്ചാൽ, അല്ലെങ്കിൽ കൗണ്ടർ എവിടം വരെ അളക്കും ചോദിച്ചാൽ 7 വരെ അളക്കും. ശരിയല്ലേ? ആ ടൈം പീരീഡ് വരെ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കൗണ്ടിങ് ടൈം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ മാക്സിമം ടൈം തന്നെയാണ് പറയുന്നത്. അത് എത്ര ആയിരിക്കും? ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ 7 ആയിരിക്കും. 3 ബിറ്റ് ആണെങ്കിൽ 7 വരെ അളക്കും. റൈറ്റ്. അപ്പൊ ജനറൽ ആയിട്ട് n ബിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന റാം എ ഡി സി അല്ലെങ്കിൽ കൗണ്ടർ എ ഡി സി അല്ലെങ്കിൽ റാം കൗണ്ടർ എ ഡി സിയിൽ എത്ര സമയം വേണ്ടി വരും? n ബിറ്റ് കൗണ്ടർ ആണെങ്കിൽ 2n-1. എല്ലാവർക്കും ഓക്കെയാണ്. ഇൻറ്റു എന്തുകൂടെ ഉണ്ടെന്നറിയോ? നമ്മുടെ ക്ലോക്കിന്റെ ടൈം പീരീഡ് ടി സിയുടെ ഉണ്ട്. 2n-1 ഇൻറ്റു ടി സി. ടി സി എന്താണ്? ഓരോ ക്ലോക്ക് പൾസ് ഉണ്ടാകാൻ വേണ്ട ടൈം. ആ ഒരു ഡിലേ ഉണ്ടല്ലോ. എല്ലാവർക്കും ഓക്കെ ആണോ? 2n-1 ഓക്കെ ആണ്. ഇൻറ്റു എന്തുകൂടെ വേണം? ക്ലോക്ക് ടൈം കൂടെ. ക്ലോക്ക് വരുമ്പോൾ മാത്രമേ ആക്റ്റീവ് ഉള്ളൂ. നമ്മളിപ്പോൾ ഈ വാല്യൂ മാറ്റി. ഇവിടെ നമ്മളൊരു 4.3 വോൾട്ട് എടുത്തു. കൗണ്ടിങ് ടൈം എടുത്തത് മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ച ഇതാണ്, ഇൻപുട്ട് വോൾട്ടേജ് സുജിത 4.3 വോൾട്ട് ആയിരുന്നു. ഔട്ട്പുട്ട് എനിക്ക് എത്ര കിട്ടും? 5 വോൾട്ട്. റൈറ്റ്. സീൽ വാല്യൂ അത്രേ ഉള്ളൂ. 101 ആയിരിക്കും. 5 എന്ന് പറയേണ്ട 101. അതാണ് കറക്റ്റ്. 101 ആയിരിക്കും എൻ്റെ വാല്യൂ. അത്രേ ഉള്ളൂ. പറഞ്ഞു. ഇനി എന്താ സംശയം? സീൽ വാല്യൂവും ടൈം പീരീഡുമായിട്ട് ഒരു ബന്ധവുമില്ല. അല്ല, മറ്റേ ഈ പറഞ്ഞു വന്ന കൗണ്ടിങ് ടൈമുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം ഈ പറഞ്ഞു വന്ന സുജിത പറഞ്ഞത് എനിക്ക് മനസ്സിലായി. 5 വരെ അളന്നാൽ പോരെ, എന്നിട്ട് ബാക്കി വെറുതെ ഇരിക്കുകയല്ലേ എന്ന്. ശരിയല്ലേ? ആ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ കൗണ്ടിങ് ടൈം ഒരു ഇതിന്റെ മെഷീന്റെ പറയുമ്പോൾ, അല്ലെങ്കിൽ റാം ടൈപ്പിന്റെ എ ഡി സിന്റെ പറയുമ്പോൾ മാക്സിമം ടൈമേ പറയുള്ളൂ. അല്ലാതെ സംഭവം ശരിയാണ്. നമുക്ക് ആദ്യം തന്നെ വാല്യൂ കിട്ടി. പക്ഷെ വി വിൽ നോട്ട് ടെൽ ലൈക്ക് ദാറ്റ്. നമുക്ക് പറയുന്നത് ഇപ്പൊ എത്ര കൗണ്ടർ എത്ര വരെ അളക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടില്ല പറയട്ടെ. കാരണം ഒരു ഇപ്പൊ ഉദാഹരണം പറഞ്ഞു, നമ്മൾ അളക്കുന്ന വാല്യൂ നമ്മൾ അറിയുന്നില്ലല്ലോ. ശരിയല്ലേ സുജിത? ഓക്കെ അല്ലേ? സുജിത പറഞ്ഞത് ക്ലിയർ ആണ്. കാരണം 5 പറഞ്ഞ വാല്യൂ എത്തിക്കഴിയുമ്പോൾ കൗണ്ടറിന്റെ വാല്യൂ കിട്ടിയില്ലേ, പിന്നെ വരുന്നില്ലല്ലോ, ക്ലോക്ക് വരുന്നില്ല. അതുകൊണ്ട് ആ ടൈം തന്നെയല്ലേ ശരിക്കും കൗണ്ടിങ് ടൈം. ശരിയാണ്. പക്ഷെ നമ്മൾ കൗണ്ടിങ് ടൈം പറയുമ്പോൾ മാക്സിമം കൗണ്ടിങ് എടുക്കുന്ന ടൈമാണ് പറയുന്നത്. ഓരോ വാല്യൂ അനുസരിച്ച് നമ്മൾ കൗണ്ടിങ് ടൈം മാറ്റി പറയില്ല. ഓക്കെ അല്ലേ സുജിത? ക്ലിയർ അല്ലേ? ഓക്കെ. ഈ പറഞ്ഞത് തെറ്റൊന്നുമില്ല കേട്ടോ. നമ്മൾ പക്ഷെ കൗണ്ടിങ് വാല്യൂ പറയുന്നതും മറ്റേതും തമ്മിൽ നമ്മൾ കൂട്ടിക്കുഴയ്ക്കില്ല. രണ്ടും രണ്ടാണ്. പക്ഷെ ആൻസർ പറയുമ്പോൾ മേ ബി നമുക്ക് സെയിം ആയിട്ട് വേണം വരാമെന്ന് പറയാം. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത പറഞ്ഞു വരാം. സക്സസീവ് അപ്രോക്സിമേഷൻ മെത്തേഡ്. രണ്ടാമത് പറയാൻ പോകാം.